സ്റ്റേഷനിലേക്ക് കഴിഞ്ഞ വർഷം നവംബർ 30-ന് മാഹി പന്തക്കലിൽ മദ്യപിച്ച് വാഹനാപകടമുണ്ടാക്കിയ ശേഷമുള്ള റസീനയുടെ പ്രകടനം നാട്ടുകാരെ അസഭ്യം പറഞ്ഞു. ചോദ്യം ചെയ്ത യുവാവിന്റെ ഫോൺ എറിഞ്ഞുടച്ചു. ഇത് തലശ്ശേരി കീഴ്വന്തിമുക്കിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവം. ലഹരിയിൽ റസീനയുടെ തല്ലുമാല എപ്പിസോഡിൽ ഒടുവിലത്തേത്. തലശ്ശേരി, ന്യൂമാഹി, പിണറായി, കണ്ണൂർ സിറ്റി, മട്ടന്നൂർ സ്റ്റേഷനുകളിലായി വിവിധ കേസുകൾ ഇവർക്കെതിരെയുണ്ട്. മിക്കതും മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയത്. കഴിഞ്ഞ ദിവസം സുഹൃത്തിനൊപ്പം കാറിൽ കീഴ്വന്തിമുക്കിലെത്തി ബഹളമുണ്ടാക്കി. നാട്ടുകാരുമായി കോർത്തു. ഒരാളെ ചവിട്ടി. പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു സംഭവം. പിന്നീട് തലശ്ശേരി SI ദീപ്തി സ്ഥലത്തെത്തി റസീനയെ കസ്റ്റഡിയിലെടുത്തു. തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചു. ജീപ്പിൽ നിന്ന് ഇറക്കുമ്പോൾ റസീന SIക്ക് നേരെ തിരിഞ്ഞു. മുഖത്തടിച്ചു, ചവിട്ടി. ബലം പ്രയോഗിച്ച് റസീനയെ കീഴ്പ്പെടുത്തി SIയും 2 പോലീസുകാരും ആശുപത്രി മുറിയിലാക്കി. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ശുചിമുറിയിൽ പോകണമെന്ന് റസീന ആവശ്യപ്പെട്ടു. SI ദീപ്തി സഹായിക്കാനെത്തി. ശുചിമുറിയിലേക്ക് കൊണ്ടുപോകും വഴി വീണ്ടും SIയെ ചവിട്ടി. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ഉദ്യോഗസ്ഥയെ മർദ്ദിച്ചതിനും കേസെടുത്ത് റസീനയെ അറസ്റ്റ് ചെയ്തു. 14 ദിവസത്തേക്ക് കോടതി റിമാൻഡും ചെയ്തു. നേരത്തെയുള്ള കേസുകളിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ എളുപ്പമിറങ്ങിയിരുന്നു റസീന. പരാതിയുമായി ആളുകൾ അധികം എത്തിയതുമില്ല. എന്നാൽ വനിതാ SIയെ ആക്രമിച്ചതോടെ ഇത്തവണ പെട്ടു, ജയിലിലായി. സ്ഥിരം പ്രശ്നക്കാരി എന്ന കുപ്രസിദ്ധിയാണ് കൂളി ബസാർ സ്വദേശിയായ റസീനയ്ക്ക് തലശ്ശേരിയിൽ. പേരെടുക്കാൻ ഒന്നുകൂടിയായി. ഈ സ്ത്രീക്ക് ശരിക്കും ഒരു പുരുഷന്റെ തന്നെ ആരോഗ്യമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? നല്ല ഹൈറ്റിനൊട്ട് നല്ല തടിയുണ്ട്. എനിക്കൊന്ന് മയക്കുമരുന്നിന് അടിമയായിട്ടുണ്ട് വിളിക്കാതെ. ഇപ്പം അവരെ ട്രീറ്റ് ചെയ്ത് നേരെയാക്കി എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ ജയിലിൽ കൊണ്ടിട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പുറത്തിറങ്ങുമ്പോൾ വീണ്ടും ഇത് തന്നെ ആയിരിക്കും. അവരെ ട്രീറ്റ് ചെയ്ത് അവരുടെ എന്താണ് പ്രശ്നം, അവരുടെ മാനസിക നിലയെ എന്താണ് ബാധിച്ചിരിക്കുന്നത്, ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി ക്ലിയർ ഔട്ട് ചെയ്താൽ നാടിന്റെ ഭാരം ഒഴിഞ്ഞു കിട്ടും.